6ാം ക്ലാസ്സിലെ ലെറ്റർ മാത്ത് എന്നുള്ള 11ാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പേജ് നമ്പർ 172 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ അതിൽ പിക്ചർ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അതിൽ 173 അതായത് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം കേട്ടോ. വി ക്യാൻ മേക്ക് എ സ്ക്വയർ ഓൾസോ വിത്ത് മാച്ച് സ്റ്റിക്ക്. അതായത് തീപ്പെട്ടിക്കോലുകൾ വെച്ച് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? സ്ക്വയർ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആസ് വി ഗോ ഓൺ മേക്കിംഗ് സച്ച് സ്ക്വയർ, അതിൽ 1ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ തുടർന്ന് പോകുന്ന സ്ക്വയേഴ്സ്, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ആൻഡ് ദ നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്ക്. ഇങ്ങനെ തുടർന്ന് ഉണ്ടാക്കാവുന്ന സമചതുരങ്ങളുടെ എണ്ണവും ഉപയോഗിച്ച തീപ്പെട്ടിക്കോലുകളുടെ എണ്ണവും തമ്മിൽ എന്താണ് ബന്ധം എന്നാണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് 1, അപ്പോൾ നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്ക് അതിൽ 4 അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് 2 ആണെങ്കിലോ, അതായത് അതിൽ എണ്ണി നോക്കിയാൽ അറിയാൻ പറ്റും എത്ര ഉണ്ട്, 8 അല്ലേ. ഇനി നമ്പർ ഓഫ് സ്ക്വയേഴ്സ് അതിൽ അടുത്തതിൽ 3 ഉണ്ട്. അപ്പോൾ എത്ര എണ്ണം വന്നിട്ടുണ്ട്? 12 കോലുകൾ മാച്ച് സ്റ്റിക്ക് വന്നിട്ടുണ്ട്. ഇനി 4 ആണെങ്കിലോ, 4 അടുത്തതിലുള്ളത്. അപ്പോൾ അതിലെത്ര വന്നിട്ടുണ്ട്? 16. അപ്പോൾ ഇവ തമ്മിലുള്ള റിലേഷൻ എങ്ങനെയൊക്കെ പറയാൻ പറ്റുമെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഈ ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്പർ ഓഫ് സ്ക്വയേഴ്സ്, അതായത് നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്ക് കിട്ടാൻ നമ്പർ ഓഫ് സ്ക്വയേഴ്സിനെ എന്തുകൊണ്ടാണ് ഇൻറ്റു ചെയ്തിട്ടുള്ളത്, മൾട്ടിപ്പിൾ ചെയ്തിട്ടുള്ളത്? 4. 1 × 4 4, 2 × 4 8, 3 × 4 12, 4 × 4 16 ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിനൊക്കെ 4 കൊണ്ട് ഗുണിച്ചപ്പോഴാണ്, അതായത് നമ്പർ ഓഫ് സ്ക്വയറിനെ 4 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്? നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതെങ്ങനെ പറയാൻ പറ്റും? നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്ക്. അപ്പോൾ അതിൻ്റെ റിലേഷൻ പറയുകയാണെങ്കിൽ നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്ക് ഈസിക്വൽ ടു എന്ത് എഴുതാം? 4 × നമ്പർ ഓഫ് സ്ക്വയേഴ്സ് എഴുതാം അല്ലേ. അപ്പോൾ നിങ്ങൾ അത് എഴുതി കൊടുക്കുക കേട്ടോ. നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്ക് ഈസിക്വൽ ടു 4 × നമ്പർ ഓഫ് സ്ക്വയേഴ്സ്. അപ്പോൾ നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്ക് ഈസിക്വൽ ടു എന്താ വരിക? 4 × നമ്പർ ഓഫ് സ്ക്വയേഴ്സ്. അതായത് നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് സ്ക്വയറിനെ 4 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി, മൾട്ടിപ്പിൾ ചെയ്താൽ മതി. ഇനി അടുത്ത നമ്പർ ഓഫ് സ്ക്വയർ ആണ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് ചെയ്യുക? നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ് എത്രയാണോ അതിനെ 4 കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. നമ്പർ ഓഫ് സ്ക്വയർ ഈസിക്വൽ ടു നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ് ബൈ 4. ഇത് നമുക്ക് നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ് ഒന്ന് കണ്ടുപിടിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്ക് 4 കിട്ടിയിട്ടുണ്ടല്ലേ. അപ്പോൾ 1 × 4 4. ഇനി ഇവിടെ 8 കിട്ടിയിട്ടുണ്ടല്ലേ. 2 × 4. അതായത് നമ്പർ ഓഫ് സ്ക്വയർ 4 × 2, ഇത് നമ്പർ ഓഫ് സ്ക്വയർ 4 അല്ലേ. 2. അപ്പോൾ നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്ക് എത്രയാണ് കണ്ടുപിടിക്കുക? 4 × എന്ത് ചെയ്താൽ മതി? 2 അല്ലേ. 4 × 2 8. നമുക്കിവിടെ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് എത്രയാണ് കണ്ടുപിടിക്കാൻ? നമ്പർ ഓഫ് സ്ക്വയർ 2 ആണ് ഇവിടെ. അപ്പോൾ നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്കിനെ, അതായത് നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്ക് 8 ആണ്. 8 ബൈ എന്ത് ചെയ്താൽ മതി? 4 അല്ലേ. നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് സ്ക്വയർ. അപ്പോൾ എത്ര കിട്ടുക? 4. 8 ബൈ 4 2 കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതും കണ്ടുപിടിക്കാം. 12 3 × 4 12. അപ്പോൾ നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്ക് കിട്ടും. ഇനി നമ്പർ ഓഫ് സ്ക്വയർ കാണാൻ 12 ഹരിക്കണം 4, 12 ബൈ 4. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 കിട്ടും. ഇങ്ങനെ എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. ഇതാണ് ഇവ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ 1ലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റൈറ്റ് ദിസ് റിലേഷൻ ഡിനോട്ടിങ് ദ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ബൈ എസ് ആൻഡ് ദ നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്ക് ബൈ എം. അതായത് നമ്പർ ഓഫ് സ്ക്വയറിനെ എസ് എന്ന് വെച്ച് ഡിനോട്ട് ചെയ്യാനും നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്കിനെ എം എന്ന് ഡിനോട്ട് ചെയ്തിട്ട് ഇതിൻ്റെ റിലേഷൻ എങ്ങനെ പറയാൻ പറ്റുന്നു? ഇപ്പോൾ നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്കിനെയാണ് എം എന്ന് ഡിനോട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്ക് ഇവിടെ തന്നെ എഴുതണം കേട്ടോ. എം എന്ന് ഡിനോട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പകരം ഇവിടെ എന്ത് കൊടുക്കാം? എം കൊടുക്കാം. ഇനി ഇവിടെ എന്താണ് നമ്പർ ഓഫ് സ്ക്വയേഴ്സിന്? അതിന് പകരം ഇവിടെ എന്ത് കൊടുക്കാം? എസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ ഇതാ നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്ക് ഈസിക്വൽ ടു എം, നമ്പർ ഓഫ് സ്ക്വയർ ഈസിക്വൽ ടു എസ്. ഇനി നമ്മൾ ഇതിനെ നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്ക് എന്ന് പകരം ഇനി എന്ത് എഴുതി കൊടുത്താൽ മതി? എം ഈസിക്വൽ ടു എം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? 4 × നമ്പർ ഓഫ് സ്ക്വയർ ആണ്. നമ്പർ ഓഫ് സ്ക്വയറിന് എന്ത് എടുത്താൽ മതി? എസ് അല്ലേ. അപ്പോൾ 4 × എസ് അഥവാ 4s എന്ന് വരും അല്ലേ. ഇനി നമുക്ക് ഇതിന് നമ്പർ ഓഫ് സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ
നമ്പർ ഓഫ് സ്ക്വയറിനെ എസ് വെച്ച് ഡിനോട്ട് ചെയ്യാനല്ലേ പറഞ്ഞത്. അപ്പോൾ എസ് വെച്ചിട്ട് നമ്പർ ഓഫ് സ്ക്വയർ നമ്മൾ എന്ത് ചെയ്ത് നമ്പർ ഓഫ് മാജിസ്റ്റിക് ബൈ 4. അപ്പം ഇനി നമ്പർ ഓഫ് മാജിസ്റ്റിക്കിന് പകരം എം കൊടുക്കുക. എം ബൈ 4 ആണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്? വാട്ട് കൈൻഡ് ഓഫ് നമ്പേഴ്സ് ആർ എസ് ആൻഡ് എം ഇൻ ദിസ് ആണ് ചോദിക്കുന്നത്. ഏത് തരം സംഖ്യകളാണ് എസ്സും എമ്മുമായിട്ട് ഇതിൽ വന്നിട്ടുള്ളത്? അതായത് നമ്പർ ഓഫ് സ്ക്വയറും നമ്പർ ഓഫ് മാജിസ്റ്റിക്കുമായിട്ട് വന്നിട്ടുള്ളത്. എസ്സും എമ്മുമായിട്ട് എസ് എന്ന് പറയുന്ന നമ്പർ നോക്കൂ. എസ് ഈസ് ഈക്വൽ ടു എന്താണ്? 1 2 3 4. അതായത് നാച്ചുറൽ നമ്പേഴ്സ് ആണ് അല്ലേ. നാച്ചുറൽ നമ്പേഴ്സ് എഴുതാൻ പറ്റും. എണ്ണൽ സംഖ്യകളാണ് അല്ലേ നാച്ചുറൽ നമ്പേഴ്സ്. ഇനി എമ്മോ? എം ഈസ് ഈക്വൽ ടു എപ്പോഴും ഇത് 4ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 4ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് എപ്പോഴും എന്തായിരിക്കും? ഈവൻ നമ്പർ ആയിരിക്കും അല്ലേ. 4 8 12 16 അങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എം ഈസ് ഈക്വൽ ടു എന്ത് പറയാൻ പറ്റും? ഈവൻ അഥവാ ഇരട്ട സംഖ്യയുടെ ഈവൻ നമ്പേഴ്സാണ്. ഇതിന് രണ്ടും കൂടെ ഒരുമിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് തന്നെ എഴുതി കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ വെവ്വേറെ പറയുകയാണെങ്കിൽ എസ് നാച്ചുറൽ നമ്പറാണ്, എം എന്താണ്? ഈവൻ നമ്പേഴ്സാണ്. അപ്പോൾ 1ലെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫോർ എ മൾട്ടിപ്പിൾ ഓഫ് 4 ഹൗ ഡു വി കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ആൻഡ് ക്യാൻ ബി മെയ്ഡ് വിത്ത് ദാറ്റ് മെനി മാച്ചിസ്റ്റിക് എന്നാണ് അല്ലേ. അതായത് 4ൻ്റെ ഗുണിതമായ ഒരു സംഖ്യ എടുത്താൽ അത്രയും തീപ്പെട്ടി കോലുകൾ കൊണ്ട് ഇതുപോലെ എത്ര ചതുരങ്ങൾ ഉണ്ടാക്കാം എന്ന് കണക്കാക്കുക എന്നാണ് കേട്ടോ. എത്ര സ്ക്വയേഴ്സ് ഉണ്ടാക്കാമെന്ന് കണക്കാക്കുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ 4ൻ്റെ ഗുണിതമാണ്, അതായത് 4ൻ്റെ മൾട്ടിപ്പിളായ ഒരു സംഖ്യ, അതായത് അതെന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് മാജിസ്റ്റിക് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് ഈ നമ്പർ ഓഫ് അതായത് 4ൻ്റെ മൾട്ടിപ്പിളായ സംഖ്യയാണ് കേട്ടോ. അപ്പോൾ എ നമ്പർ നമുക്ക് ഇങ്ങനെ എഴുതാം. എ നമ്പർ ദാറ്റ് ഈസ് എ നമ്പറാണ്. എങ്ങനെയുള്ളതാണ്? ദാറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എന്താണ്? 4. 4ൻ്റെ മൾട്ടിപ്പിളായ 4ൻ്റെ ഗുണിതമായ ഒരു സംഖ്യ എന്നാണ് കേട്ടോ. അപ്പോൾ എന്താണ്? നമുക്കൊരു എക്സാമ്പിൾ എഴുതാം. ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എഴുതാം. 32. ഇതെന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് മാജിസ്റ്റിക് ആണ് എന്നാണ് അല്ലേ. അപ്പോൾ 32 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? നമ്പർ ഓഫ് സ്ക്വയേഴ്സ് കണ്ടുപിടിക്കുക. നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? ഈ 32നെ അതായത് എന്താണോ ആ നമ്പർ ഓഫ് അതായത് 4ൻ്റെ മൾട്ടിപ്പിൾ 4ൻ്റെ മൾട്ടിപ്പിൾ ഏതാണോ നമ്പർ അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 8 എന്ന് കിട്ടും. അപ്പോൾ 8 എന്തുണ്ടാക്കാൻ പറ്റും? ഇപ്പോൾ വേറെ ഏത് എക്സാമ്പിൾ വെച്ചിട്ടും ഒരു 4ൻ്റെ മൾട്ടിപ്പിൾ എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഈ 4ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ നമ്പർ ഓഫ് മാജിസ്റ്റിക് ആണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇതുപോലെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം നമുക്കിത് എങ്ങനെ എഴുതി കൊടുക്കാൻ പറ്റും? ടു ഗെറ്റ് ദ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് നമ്മളിതിങ്ങനെ എഴുതി കൊടുക്കാം കേട്ടോ. ടു ഗെറ്റ് ദ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് to get the number of squares divide the number ഡിവൈഡ് ചെയ്യണല്ലേ. ഡിവൈഡ് ദ നമ്പർ എങ്ങനത്തെ നമ്പർ ആയിരിക്കണം? ദാറ്റ് ഈസ് ഡിവൈഡ് ദ നമ്പർ ദാറ്റ് ഈസ് എങ്ങനത്തെ നമ്പർ ആയിരിക്കണം? ദാറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് അതായത് 4ൻ്റെ ഗുണിതമായിരിക്കണം അല്ലേ. മൾട്ടിപ്പിൾ ഓഫ് 4 ബൈ 4. അതായത് 4ൻ്റെ ഗുണിതമായ ഒരു സംഖ്യയെ എന്തുകൊണ്ട് ഹരിച്ചാൽ മതി? 4 കൊണ്ട് ഹരിച്ചാൽ മതി എന്നാണ് കേട്ടോ. ഇത് 4ൻ്റെ ഗുണിതമായ സംഖ്യ, അതിനെ 4 കൊണ്ട് ഹരിച്ചാൽ മതി. ഈ 4ൻ്റെ ഗുണിതമായ സംഖ്യ എന്ന് പറഞ്ഞത് ഇവിടെ നമ്പർ ഓഫ് മാജിസ്റ്റിക് തന്നെയാണ് കേട്ടോ. അത് കൊണ്ടുണ്ടാക്കാവുന്ന സ്ക്വയറിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും.
ഇനി നമുക്ക് അതിലെ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എന്താണ് ക്വസ്റ്റ്യൻ വായിക്കുക കേട്ടോ. റൈറ്റ് ദിസ് കാൽക്കുലേഷൻ ആൾസോ യൂസിങ് ലെറ്റേഴ്സ് എന്നാണ്. ഈ കണക്കുകളും നമ്മൾ അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന ലെറ്റർ ഇവിടെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാൻ പറ്റും, അതായത് നമുക്കിവിടെ അതായത് 4ൻ്റെ മൾട്ടിപ്പിളായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു നമ്പർ വെച്ച് ഡിനോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, എ നമ്പർ ദാറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. അതായത് അത് നമ്പർ ഓഫ് മാജിസ്റ്റിക് തന്നെയാണ്. എം എടുക്കാം, അതല്ല നമ്മൾ എല്ലാപ്പോഴും എം അല്ലേ എടുത്തത്. അപ്പോൾ ഞാനിവിടെ സംഖ്യയോട് എൻ എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എം വേണമെങ്കിലും എടുക്കാം. എൻ കൊടുത്തു. അപ്പോൾ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക, നമ്പർ ഓഫ് സ്ക്വയറിനെ എസ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യണത്. എസ് വെച്ച് ഡിനോട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും ഇതിനെ പറയാം, നമ്പർ ഓഫ് സ്ക്വയർ എസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, എസ് ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ ലെറ്റർ വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എസ് ഈക്വൽ ടു എന്താണ്, അതായത് 4ൻ്റെ മൾട്ടിപ്പിൾ എൻ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ n/4. ഇനി ഇതിന് എന്നാണ് കണ്ടുപിടിക്കണമെങ്കിൽ അല്ലേ, എന്നാണ്, അതായത് 4ൻ്റെ മൾട്ടിപ്പിൾ ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഇങ്ങനെ എഴുതാം, n is equal to 4 into s അഥവാ 4s എന്ന് എഴുതാം കേട്ടോ. അപ്പോൾ ക്ലാസ് കണ്ടിട്ട് മനസ്സിലാവുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഇതിലത്തെ 2ാമത്തെ ക്വസ്റ്റ്യനായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. അപ്പോൾ ഈ ക്ലാസ് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക കേട്ടോ. താങ്ക് യു.